ഹലോ എവ്രി വൺ, വെൽക്കം ടു സൈലം ലേണിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് EVSലെ ട്രീറ്റ് ഫോർ മോസ്കിറ്റോസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അപ്പൊ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് എല്ലാവരോടും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒക്കെ ഓൺ ആക്കിയിടുക. എന്നാലാണ് ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ മിസ് പറഞ്ഞു ട്രീറ്റ് ഫോർ മോസ്കിറ്റോസ് എന്ന് പറയുന്ന EVSലെ ചാപ്റ്ററിന്റെ ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം തൊട്ട് അവസാനം വരെ നമ്മുടെ ഈ വീഡിയോ കാണുക. എന്നാലാണ് നമുക്കത് ഫുള്ള് മനസ്സിലാവുക, അല്ലെ? അപ്പൊ മിസ്സിന്റെ പേര് അഭിരാമി എന്നാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ട്രീറ്റ് ഫോർ മോസ്കിറ്റോസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്, അല്ലെ? അപ്പൊ നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു കുട്ടിയുടെ പിക്ചർ മിസ് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അതേ സെയിം ഏജിലാണ്. അപ്പൊ ഈ കുട്ടിക്ക് നമ്മൾ വേണേ അപ്പുക്കുട്ടൻ എന്ന് പേരിടാം. ഓക്കെ, ഇത് നമ്മുടെ അപ്പുക്കുട്ടനാണ്. അപ്പൊ ഈ അപ്പുക്കുട്ടൻ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കളിച്ച് നടക്കുകയായിരുന്നു. അപ്പം ആ സമയത്ത് ഒരു മൊസ്കിറ്റോ, ഒരു കൊതുക് വന്നിട്ട് നമ്മുടെ അപ്പുക്കുട്ടനെ കുത്തി. അപ്പൊ അപ്പുക്കുട്ടൻ അത് വലിയ കാര്യം നോക്കിയില്ല, മൈൻഡ് നോക്കിയിട്ടില്ല. ആ കൊതുകിനെയൊക്കെ തട്ടിക്കളഞ്ഞ് അപ്പുക്കുട്ടൻ അവിടെയൊക്കെ കളിച്ച് നടന്ന് അവസാനം വീട്ടിലെത്തി. മക്കളെ, വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അപ്പുക്കുട്ടന് ഭയങ്കരമായിട്ട് ദേഹം മൊത്തത്തിലുള്ള ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങി. എന്താ സംഭവിച്ചു? വീക്ക്നെസ്. ഓക്കെ, അപ്പുക്കുട്ടന് ദേഹം മൊത്തം ക്ഷീണം, വീക്ക്നെസ് അനുഭവപ്പെടാൻ തുടങ്ങി. പിന്നെ എന്താ സംഭവിച്ചു? കുറച്ച് കഴിഞ്ഞപ്പോ അപ്പുക്കുട്ടന് ഭയങ്കരമായിട്ടുള്ള ഫീവർ, സിവിയർ ആയിട്ടുള്ള പനി, സിവിയർ ആയിട്ടുള്ള ഫീവർ. സാധാരണ ഫീവർ അല്ല, വിത്ത് ഷിവറിംഗ് ആണ്, അല്ലെ? ഫ്രീ ആയിട്ട് ഷിവറിംഗ് കൂടെ ഉണ്ട്. എന്താണ്? ഭയങ്കരമായിട്ട് അങ്ങോട്ട് വിറച്ചങ്ങോട്ട് പനിക്കുകയാണ്. ഫീവർ വിത്ത് ഷിവറിംഗ്, ഭയങ്കരമായിട്ട് വിറച്ച് പനിക്കുകയാണ്. അതിന്റെ കൂടെ എക്സ്ട്രീം ആയിട്ടുള്ള തലവേദന, സഹിക്കാൻ പറ്റാത്ത തലവേദനയും കൂടി ഉണ്ട്. എന്തൊക്കെയുണ്ട് അപ്പോ? ഹെഡേക്ക് ഉണ്ട്, അതുപോലെ തന്നെ ശരീരം മൊത്തം വീക്ക്നെസ് ഉണ്ട്. പിന്നെ എന്താണ്? ഭയങ്കരമായിട്ടുള്ള ചിൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ തുള്ളൽ അല്ലെങ്കിൽ വിറച്ചിങ്ങനെ പനിക്കുക, ഷിവറിങ്ങും ഹൈ ഫീവറും ആയി. അപ്പോ അപ്പുക്കുട്ടന്റെ ഈ അവസ്ഥ കണ്ടുകൊണ്ട് ഭയങ്കരമായിട്ട് എന്തൊക്കെയാണ് അപ്പുക്കുട്ടന്റെ ഈ അവസ്ഥ? ഹൈ ഫീവർ വിത്ത് ഷിവറിങ്, ഭയങ്കരമായിട്ടുള്ള പനിയും എന്താണ്? വിറച്ച് പാവം കുട്ടി വിറച്ച് ഇങ്ങനെ പനിക്കുകയാണ്. ആ കൂട്ടത്തിൽ എന്താ? ശരീരം മൊത്തം വീക്ക്നെസ് ആണ്, അല്ലെ? മൊത്തത്തിലെ ശരീരം മൊത്തം വീക്ക് ആയിട്ടിരിക്കുകയാണ്. എക്സ്ട്രീം ആയിട്ടുള്ള ഹെഡേക്കും തലവേദനയും ഉണ്ടായി. അപ്പൊ നമ്മൾ ഇങ്ങനെ പനിച്ച് വരച്ച് വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുകാർ എന്ത് ചെയ്യും? അപ്പൊ തന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടാക്കും, അല്ലെ? അപ്പൊ ഇതേപോലെ നമ്മുടെ അപ്പുക്കുട്ടന്റെ വീട്ടുകാർ എന്ത് ചെയ്തു? വേഗം തന്നെ അപ്പുക്കുട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തി. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോ പറഞ്ഞു അപ്പുക്കുട്ടന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. എന്ത് വേണം? ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഡോക്ടർ പറഞ്ഞു അപ്പുക്കുട്ടനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്തായി? നമ്മള് ഈ ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സിറിഞ്ചും കൊണ്ട് നേഴ്സ് ഇങ്ങനെ വരും, അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ബ്ലഡ് എടുക്കും. അതുപോലെ അപ്പുക്കുട്ടന്റെ ബ്ലഡ് എടുത്തു. എന്നിട്ട് ഇതേപോലെ ഒരു സ്ലൈഡില് ഒരു ഡ്രോപ്പ് ബ്ലഡ് ആഡ് ചെയ്തിട്ട് മൈക്രോസ്കോപ്പിലൂടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ആ ബ്ലഡിലുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റും, അല്ലെ? അപ്പൊ ഇതേപോലെ അപ്പുക്കുട്ടനെ എന്ത് ചെയ്തു? ബ്ലഡൊക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്തു. ബ്ലഡിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി അപ്പുക്കുട്ടന് എന്താ സംഭവിച്ചത്? അപ്പുക്കുട്ടന് മലേറിയ ആയിരുന്നു. മലേറിയ, മലമ്പനി എന്നൊക്കെ പറയല്ലേ? മലേറിയ അസുഖമാണ് അപ്പുക്കുട്ടന് വന്നത്. അപ്പൊ എവിടുന്നായിരിക്കും അപ്പുക്കുട്ടന് ഈ മലേറിയ വന്നത് മക്കളെ? എവിടുന്നാണ്? കാരണക്കാരൻ വേറെ ആരുമല്ല, നമ്മുടെ മറ്റേ ആ കൊതുകാണല്ലേ? അപ്പൊ ഈ കൊതുക് കടിച്ചാൽ എങ്ങനെയാണ് നമുക്ക് മലേറിയ വരുന്നത്? എങ്ങനെയാണ് കൊതുക് കടിച്ചാൽ മലേറിയ വരുന്നത്? അപ്പൊ എല്ലാ കൊതുക് കടിച്ചാലും, നമ്മളെ കൊതുക് കടിക്കാറുണ്ട്, അല്ലെ? അപ്പൊ എല്ലാ കൊതുക് കടിച്ചാലും മലേറിയ വരുമോ? ഇല്ല. മലേറിയ വരുത്തുന്ന ഒരാളുണ്ട്, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് നമുക്ക് മലേറിയ കോസ് ചെയ്യുന്നത്. അപ്പൊ ഫീമെയിൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് പെണ്ണിന്റെ ബോഡിയൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത്. എന്താണ്? ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് നമുക്ക് മലേറിയ വരുത്തുന്നത്. ഏത് കൊതുക് കടിച്ചാലും നമുക്ക് മലേറിയ വരില്ല. അതുപോലെ തന്നെ അനോഫിലസ് മൊസ്കിറ്റോ ഏത് കടിച്ചാലും മലേറിയ വരില്ല. ഫീമെയിൽ ആയിട്ടുള്ള അനോഫിലസ് മൊസ്കിറ്റോ ആണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് ഇതേപോലെയുള്ള മലേറിയ വരുത്താൻ കാരണമാകുന്നത്. അപ്പൊ ഈ മൊസ്കിറ്റോയുടെ ഉള്ളില് എന്താണെന്നറിയോ? മൊസ്കിറ്റോ കടിച്ച് എങ്ങനെയാ നമുക്ക് ഈ മലേറിയ വരുന്നതെന്നറിയോ? ഈ മൊസ്കിറ്റോയുടെ ഉള്ളില് ഒരു പ്ലാസ്മോഡിയം എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവൻ ഉണ്ട്. ഇനി എന്താ പ്രോട്ടോസോവൻ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഒക്കെ പോലെ തന്നെ വേറൊരു മൈക്രോ ഓർഗാനിസം ആണ്, ഒരു പാത്തോജൻ ആണ്. നമുക്ക് ഡിസീസ്, നമുക്ക് ഈ അസുഖങ്ങളൊക്കെ വരുത്തുന്ന വേറൊരു
ആളാണ് നമ്മുടെ ഈ പ്ലാസ്മോഡിയം. അപ്പൊ ഈ പ്ലാസ്മോഡിയം ആരുടെ ഉള്ളിലുണ്ട്? നമ്മുടെ ഈ മൊസ്കിറ്റോയുടെ സലൈവറി ഗ്ലാൻസ് ഇല്ലേ, അവരുടെ വായിലുള്ള സലൈവറി ഗ്ലാൻസില് ഈ പ്ലാസ്മോഡിയം ഉണ്ട്. അപ്പൊ ഈ പ്ലാസ്മോഡിയം ഉള്ള മൊസ്കിറ്റോ നമ്മുടെ അപ്പുക്കുട്ടനെ കടിച്ചു. അങ്ങനെ കടിച്ചു കഴിഞ്ഞപ്പോ ഈ പ്ലാസ്മോഡിയം എന്താ ഇതേപോലെ അപ്പുക്കുട്ടന്റെ ശരീരത്തിലെത്തിയിട്ട് ആദ്യം എങ്ങോട്ടേക്കാ പോയതെന്ന് അറിയോ? ഇത് നേരെ അപ്പുക്കുട്ടന്റെ ലിവറിലെത്തി കഴിഞ്ഞിട്ട് അത് അവിടെ കിടന്ന് പെറ്റ് പെരുകി മൾട്ടിപ്ലൈ ചെയ്ത് അവസാനം ലിവർ സെൽസ് ഒക്കെ അവരെ റപ്ചർ ചെയ്യും. ലിവർ സെൽസ് ഒക്കെ പൊട്ടിച്ച് നേരെ അപ്പുക്കുട്ടന്റെ ബ്ലഡിലെത്തും. ബ്ലഡിൽ എന്തുണ്ട്? RBC ഉണ്ടല്ലേ. അവിടെ ചെന്നിട്ട് ഈ RBCനെയും അവിടെ അവർ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് RBCയും റപ്ചർ ആക്കും. RBC ഇങ്ങനെ പൊട്ടിക്കും. അപ്പം ആ സമയത്ത് ഒരു ടോക്സിൻ റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 2-3 ദിവസം കൂടുമ്പോൾ ഭയങ്കരമായിട്ട് മലേറിയ വന്നവർക്ക് 2-3 ദിവസം കൂടുമ്പോൾ ഭയങ്കരമായിട്ടുള്ള നമ്മുടെ ഈ തുള്ളൽപ്പനി വിറയൽ പനിയൊക്കെ വരുന്നതിന് കാരണം ഈ RBC റപ്ചർ ചെയ്യുന്ന സമയത്ത് ഒരു ടോക്സിൻ റിലീസ് ആവുന്നുണ്ട്. ഒരു ടോക്സിക് സബ്സ്റ്റൻസ് റിലീസ് ആവുന്നത് കൊണ്ടാണ് എന്താ സംഭവിക്കുന്നത്? നമുക്ക് തുള്ളൽപ്പനി ഇങ്ങനെ ഇടവിട്ട് 2-3 ദിവസം കൂടുമ്പോൾ നമ്മൾ വിചാരിക്കും പനി കുറഞ്ഞു വന്നു. പക്ഷെ 3-ാം ദിവസം പിന്നെയും വിറച്ചുകൊണ്ടുള്ള പനി വരുന്നതിന് കാരണം എന്താ? മലേറിയയില് ഇതേപോലെ RBC പൊട്ടുന്ന സമയത്തുള്ള ടോക്സിൻ റിലീസ് ആകുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ അപ്പുക്കുട്ടന് ഈ മലേറിയ വരുത്താൻ കാരണക്കാരൻ ആരാണ്? നമ്മുടെ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് ഇതേപോലെ നമുക്ക് മലേറിയ പോലെയുള്ള അസുഖങ്ങൾ വരുത്തുന്നത്. സോ മൊസ്കിറ്റോ ബൈറ്റ് അല്ലെ, മൊസ്കിറ്റോ ബൈറ്റ് ആണ് എന്തിന് കാരണമാകുന്നത്? മലേറിയ വരാനായിട്ട് കാരണമാകുന്നത്. പക്ഷെ എല്ലാ മൊസ്കിറ്റോ കടിച്ചാലും നമുക്ക് മലേറിയ വരുമോ? ഇല്ല. എങ്ങനെയാണ്? ഡിസീസ് ക്യാരിയിങ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്ലാസ്മോഡിയം ഉള്ള മൊസ്കിറ്റോ കടിച്ചാൽ, അപ്പൊ പ്ലാസ്മോഡിയം ഉള്ള മൊസ്കിറ്റോ നമ്മളെ വന്ന് കടിച്ചു, മലേറിയ ഉള്ള ഒരാളെ കടിച്ച കൊതുക് നമ്മളെ വന്ന് കടിച്ചാൽ എന്ത് ചെയ്യും? അതിന്റെ ഉള്ളിൽ നിന്ന് ആ പ്ലാസ്മോഡിയം നമ്മുടെ ശരീരത്തിലേക്ക് എത്തും അല്ലെ. അപ്പൊ ഈ മൊസ്കിറ്റോ എന്താണെന്ന് നമുക്ക് പറയാം? ക്യാരിയർ ആണെന്ന് പറയാം അല്ലെ. നമ്മുടെ ഒരാളുടെ അസുഖം നമുക്ക് കൊണ്ട് തന്ന ക്യാരിയർ ആണ് ആര്? നമ്മുടെ ഈ മൊസ്കിറ്റോ. സോ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ എന്താണ്? മലേറിയയുടെ ക്യാരിയർ ആണ്. അപ്പൊ ഈ ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ് നമ്മുടെ അപ്പുക്കുട്ടന് എന്ത് വരുത്തിയത്? മലേറിയ വരുത്തിയത് അല്ലെ. അപ്പൊ ഈ മൊസ്കിറ്റോ എങ്ങനെയാണ് വളരുന്നത്? എങ്ങനെയാണ് ഈ മൊസ്കിറ്റോകൾ പെറ്റുവരുന്നത്? നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് ഏതെങ്കിലും വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് എന്ത് ചെയ്യും? നമ്മുടെ കൊതുക് വന്ന് മുട്ടയിടും അല്ലെ. എന്നിട്ട് എന്താണെന്ന് അറിയാം, കൂത്താടികൾ പോലെ അതിന്റെ കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് അത് വലുതായി, ഇതേപോലെ എഗ്ഗ് വലുതായി, അത് പ്യൂപ്പയായി, ലാർവയായി, അവസാനം കൊതുകായിട്ട് മാറും അല്ലെ. അപ്പൊ നമുക്ക് ഈ മലേറിയ പോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റുള്ളൂ? നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ, നമ്മുടെ ഈ ചുറ്റുപാടുകൾ മൊത്തം ക്ലീനായി സൂക്ഷിക്കുക. ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുക. എന്നാലും മാത്രമേ കൊതുക് പെറ്റുപെരുകി അതുമൂലം നമുക്കുണ്ടാകുന്ന ഡിസീസസ് അല്ലെങ്കിൽ അസുഖങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നോക്കിക്കേ, മൊസ്കിറ്റോ റിപ്പലൻസ് ഉപയോഗിക്കുക അല്ലെ. എന്താണ് മൊസ്കിറ്റോ റിപ്പലൻസ്? നമ്മളെ ഹിറ്റടിക്കൂ, കൊതുകിനെ കൊല്ലൂ എന്നൊക്കെ പരസ്യം കേട്ടിട്ടുണ്ടല്ലേ. എന്താണ്? ഇതുപോലെയുള്ള മൊസ്കിറ്റോയെ കൊല്ലുന്ന റിപ്പലൻസ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പറ്റുന്ന മൊസ്കിറ്റോ റിപ്പലന്റ് ആയിട്ടുള്ള ക്രീംസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ കൊതുക് തിരികളുണ്ട്. അപ്പോൾ അതുപോലെയുള്ള മൊസ്കിറ്റോ റിപ്പലൻസ് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ? മൊസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കാം അല്ലെ. അതായത് നമ്മുടെ ഈ കൊതുക് വലകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ മാക്സിമം ഈ കൊതുകിന്റെ കുത്തുകൾ അല്ലെ കൊതുകിന്റെ കടി നമ്മൾ കൊള്ളാതെ സൂക്ഷിക്കുക. അപ്പൊ മൊസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നമുക്ക് ഇതേപോലെയുള്ള കൊതുക് പെറ്റുപെരുകുന്ന സാഹചര്യങ്ങള് നമുക്ക് ഒഴിവാക്കുക. അല്ലെങ്കിൽ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ, സ്റ്റാഗ്നന്റ് വാട്ടർ എന്ന് പറയും അല്ലെ. അതായത് വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കുക. നമ്മുടെ പറമ്പിലും പരിസരത്തും ഒക്കെ എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടന്ന് ഏതെങ്കിലും പാത്രത്തിന്റെ ഉള്ളിലോ ഇതേപോലെയുള്ള ടയറിന്റെ ഉള്ളിലോ ഒക്കെ വെള്ളം കെട്ടിക്കിടന്ന് അവിടെ കൊതുക് മുട്ടയിടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക. വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. അതുപോലെ വീടും പരിസരവും ഒക്കെ എന്ത് ചെയ്ത് വെക്കുക? ക്ലീൻ ചെയ്ത് വെച്ചാല് ഇതുപോലെയുള്ള മസ്കിറ്റോ ഒന്നും പെറ്റുപെരുകില്ല. അപ്പൊ ഇതുപോലെയുള്ള അസുഖം വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൊസ്കിറ്റോ റിപ്പലൻസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ എന്താണ്? മൊസ്കിറ്റോ നെറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ജനാലയിലൊക്കെ വിൻഡോസിലൊക്കെ എന്താണ്? നമുക്ക് കവർ ചെയ്ത് വെക്കാം അല്ലെ. നമുക്ക് മൊസ്കിറ്റോ വയർ മെഷ് ഉപയോഗിച്ച് നമുക്ക് ജനാല വഴിയൊക്കെ കൊതുക് കയറുന്നതൊക്കെ നമുക്ക് അടച്ചു വെക്കാം. പിന്നെ എന്താണ്? സറൗണ്ടിങ്സ് ക്ലീൻ ആക്കി വെക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്? നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ വീടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ക്ലീൻ ആക്കി വെക്കുക. പിന്നെ സ്റ്റാഗ്നന്റ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളമുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുക. അപ്പൊ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ മലേറിയ പോലുള്ള അസുഖങ്ങൾ പകരുന്നത് നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ കൊതുക് പരത്തുന്ന മലേറിയ മാത്രമാണോ? അല്ല. നമുക്ക് ഡെങ്കിപ്പനി വരാൻ കാരണം ആരാണ്? അതും ഇയാള് തന്നെയാണ്. അതുപോലെ തന്നെ ചിക്കൻ ഗുനിയ, പിന്നെ നമ്മുടെ മന്ദിരോഗം അല്ലെ, ഫൈലേറിയ, ഈ മലേറിയ, ഇതൊക്കെ വരുത്തുന്ന ഒരേ ഒരാളാണ്. എല്ലാത്തിനും കാരണക്കാരി ആരാണ് മക്കളെ? നമ്മുടെ ഈ കൊതുകാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി എത്രത്തോളം അപകടകാരികളാണ് ഈ കൊതുകുകൾ എന്നൊക്കെ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? മാക്സിമം ഇത് വരുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ മാക്സിമം ഹെൽത്തി ആയിട്ട്
അടിപൊളിയായിട്ട് നമ്മൾ നിൽക്കുക. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നമ്മുടെ മലേറിയ എങ്ങനെയാണ് പകരുന്നത്, അത് പകരാതിരിക്കാൻ എന്തൊക്കെ മെഷേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് മനസ്സിലായി. അപ്പൊ ഇതേപോലെ അടുത്ത വീഡിയോയിൽ അടിപൊളി ടോപ്പിക് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അത് ഓക്കെ.